അപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം മോട്ടറിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലായിരുന്നു കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ രാവിലെ ഞാൻ ബ്രെഡും അതുപോലെ ബട്ടർ, ചീസ്, മുട്ടയൊക്കെ ആയിരുന്നു രാവിലത്തെ ചായയുടെ കടി. പിന്നെ ചെമ്മീൻ ചോറാണ് ഇപ്പോൾ അടുപ്പിൽ ദമ്മിട്ടേക്കുന്നത് കേട്ടോ. അതിനുള്ള സലാഡും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീനപ്പോൾ പകുതി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, പകുതി മേലെ അങ്ങനെ പൊരിച്ച് ചേർത്തേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പക്ഷെ നല്ല പറഞ്ഞില്ല തിരക്കായിരുന്നു. കുട്ടികൾ പോകുമ്പോഴത്തേനും ചോറ് ആവുമെന്നുള്ള സംശയമായിരുന്നു കേട്ടോ. ഒരാൾ വന്നിട്ട് പോയി, 8 മണിക്ക് പോകുന്ന ആൾക്ക് ബസ് വരുമല്ലോ, അപ്പോൾ തന്നെ അവൾ പോയി. പിന്നെ ചെറിയ ആളേൽ ഞാൻ ചോറ് കൊടുത്തയച്ചിട്ട്, രണ്ടാളും ഒരു സ്കൂളിൽ തന്നെയാണ്. അപ്പം അവൾ 10ാം ക്ലാസ് ആയ കാരണം കേട്ടോ നേരത്തെ പോണത്. പിന്നെ ചിലപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാവും ഇപ്പം അത് കാരണം. അപ്പോൾ മൂത്താളും വന്നിട്ടുണ്ട്, അപ്പോൾ അവൾക്കും ചോറാക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ. ചെമ്മീനൊക്കെ നന്നാക്കി കായം പറ്റിയിട്ട് ഉമ്മ തന്നയച്ചതാണ്. അപ്പോൾ അത് ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ബിരിയാണിക്ക് കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണ് ഈ ഒരു ഇങ്ങനെ ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി പിള്ളേർക്കുള്ള കച്ചമ്പറ്, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒറ്റ നിപ്പ് നിന്നിട്ട് കിച്ചണിൽ. കാരണം നല്ല തിരക്ക്. വേഗം 7:30 വരെ എനിക്ക് ഈ മോട്ടറിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നിട്ട്. പിന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അപ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ശരിയായി വന്നത്. ബ്രേക്കർ വീണിട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം അതിനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ശരിയാക്കി എടുത്തു കേട്ടോ, വെള്ളം ഇല്ലാണ്ടൊക്കെ ആയിട്ട് രാവിലെ. പിന്നെ സ്നാക്സിന് ഈ ബ്രെഡും ചീസും അതുപോലെ പേരയ്ക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വിശേഷം. ഓക്കെ, ബൈ.